ബിൽനെറ്റ് എന്ന ആപ്ലിക്കേഷനകത്ത് നമുക്ക് ചിട്ടി ഓപ്ഷൻ എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കാൽക്കുലേറ്റർ റെഡി ആയിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ ചിട്ടി ചേരുകയാണെങ്കിൽ ഇപ്പോൾ ക്ലിക്ക് ടു രജിസ്റ്റർ എന്നുള്ളടത്ത ഓപ്ഷനിൽ നമ്മളിപ്പോൾ 10 lakh എന്ന് പറഞ്ഞ് ഇട്ടു. ഇത് എമൗണ്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇത് 40 months ആണെങ്കിൽ 40 months അപ്ഡേറ്റ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുക. മാർച്ച് 10 തുടങ്ങി എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് നമുക്ക് എത്ര രൂപയ്ക്ക് ബിഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിപ്പോൾ 5th ഇൻസ്റ്റാൾമെൻറ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് മണി എന്ന് പറയുന്നത് 9,50,000 rupees-ആണ്. അത് എനിക്ക് വേണമെങ്കിൽ ഫുൾ എമൗണ്ടായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ എമൗണ്ടായിട്ട് ഗസ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഓപ്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേക്കണ 8% കോമ്പൗണ്ടിങ് ഓപ്ഷനിലുള്ള കാൽക്കുലേഷനാണ് ചെയ്തേക്കണത്. ഈ മന്ത്ലി കോമ്പൗണ്ടിങ് എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 8% സാധാരണ റെഗുലർ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലായി. ഇതിനകത്ത് ഇപ്പോൾ 2,16,000 കുറച്ച് വിളിച്ചാൽ നമ്മൾ ഈ കിട്ടുന്ന എമൗണ്ട് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് GST നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്തു. ആ എമൗണ്ട് ഫസ്റ്റ് മന്ത് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എല്ലാ മന്തിലും കിട്ടിയിട്ട് നമുക്ക് റിസൾട്ട് വിൽ ബി 9,50,000 എന്നുള്ള രീതിയിൽ അപ്ഡേറ്റഡ് ആയി. അപ്പോൾ ഈ ഒരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു എമൗണ്ടിന് താഴെ നമുക്ക് പിടിക്കാം എന്നുള്ളതാണ് ഈ കാൽക്കുലേറ്ററിൽ കാണിക്കുന്നത്. അതേസമയം എനിക്കിപ്പോൾ 8% അല്ല, നമുക്ക് അതിലും കൂടുതൽ ലയബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു 10% 12% ലോൺ ഉണ്ട്. അപ്പോൾ 10% പിടിക്കാമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നമ്മൾ ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10% ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് 10% ആണെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 10%-ൽ നമുക്ക് ഈ എമൗണ്ടിന് പിടിക്കാം. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. പിന്നെ ഈ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ ഐറ്റവും നമുക്ക് ഈ ഒരു മാസം നമുക്ക് ബിഡ് ചെയ്ത് കിട്ടണം എന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റേഴ്സ് എല്ലാം ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത മന്തിൽ ഇവിടെ ബാലൻസ് മന്ത് ബിഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ മാസവും വിളിക്കേണ്ട എമൗണ്ടും കിട്ടുന്ന എമൗണ്ടും ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും 8% റിട്ടേൺ വെച്ചിട്ട്. അപ്പോൾ ഇതിലും താഴെ കിട്ടുവാണെങ്കിൽ നമുക്ക് പിടിക്കാം എന്നുള്ളതാണ്. 8% ആണ് നമ്മുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ വെച്ചേക്കുന്ന 10% ആണ്. അപ്പോൾ 10% ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റിൽ എമൗണ്ടാണ് താഴെ കാണിക്കുന്നത്. അതുകൂടാതെ നമുക്കിവിടെ ഒരു SB അക്കൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഇടാനുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ 4 months 4% SB അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് ഇവിടെ 711 രൂപ എന്ന് കാണിക്കും. അത് ഇപ്പോൾ 100 months ചിട്ടിയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒത്തിരി മാസം നമ്മൾ അടച്ചിട്ടുണ്ടാകും. അപ്പം നമ്മളുടെ SB അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് എത്ര നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ ഒരു ലിങ്ക് വഴി നമുക്കിതെല്ലാം വാട്സപ്പിലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഈ ലിങ്കിനകത്ത് വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഈ സെയിം കാൽക്കുലേഷൻസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടെ എക്സ്പോർട്ട് എക്സലും ഉണ്ട്, സേവ് ആസ് PDF ഉണ്ട്. PDF ആക്കുമ്പോഴും ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് അപ്ഡേറ്റ് ആയി കിട്ടും. പിന്നെ ഉള്ളത് ഇവിടെ ഓപ്ഷൻ റിസീവ് ചെയ്ത എമൗണ്ട് നമുക്ക് ഇടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തും നമുക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ്, ഇവിടെ ഒരു റേറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇടാനുള്ള ഒരു ഓപ്ഷൻ, മറ്റേ നമ്മൾ അടച്ച പൈസയുടെ ഒരു കാൽക്കുലേഷൻ ഇവാലുവേഷന് വേണ്ടിയാണ്. ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് നമുക്കിവിടെ ഓരോ നോട്ട്സ്
ഈ കാണുന്ന പോലെ നമുക്ക് നോട്ട്സ് മീൻസ് പ്രിപ്പയർ ചെയ്ത് വരും. അപ്പോൾ അത് കൂടാതെ ഈ നോട്ടിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും, അവസാനം നമുക്ക് എത്രയായി എന്നുള്ളത് അറിയാൻ പറ്റും. അത് കൂടാതെ നമ്മുടെ പാസ്ബുക്കിനകത്തുള്ള ഡേറ്റാസ് ഇപ്പോൾ 5 10 ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനുവലി എൻട്രി ചെയ്യാം. ഒത്തിരി ഡേറ്റ നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു പാസ്ബുക്ക് സ്കാനറും കൂടി വെച്ചിട്ടുണ്ട്. ഈ സ്കാനറിനകത്ത് പോയിട്ട് നമുക്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത PDF ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റിംഗ് എല്ലാം ഇതിലേക്ക് വരും. അപ്പോൾ അതും ഇവാലുവേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ നമുക്ക് ബിഡ് ചെയ്യണ എമൗണ്ട് ലാഭത്തിൽ കിട്ടുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. റീഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന എമൗണ്ടിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് എല്ലാം ഡൈനാമിക്കാണ്, വാല്യൂസ് എല്ലാം മാറുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിയാലും മന്ത് മാറ്റിയാലും ഇത് 25ാമത്തെ തവണയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് മാറി. ഇത് ടാർഗറ്റ് ചെയ്യണ എമൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. അതുപോലെ മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ്, കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് വരും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇത് വിളിക്കാനുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ ഉദ്ദേശം.